ഹലോ വെൽക്കം ലൈഫ് സ്റ്റൈൽ മലയാളം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുന്നത് നെക്സ്റ്റ് ഇംഗ്ലീഷ് ലെതർ എന്ന പെർഫ്യൂമാണ്. ഇങ്ങനെ ഒരു സാധനം പലരും കണ്ടിട്ടുണ്ടാവും. മിന്ത്രയിലൊക്കെ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. ആക്ച്വലി ഇത് ഞാനും മിന്ത്രയിൽ നിന്ന് വാങ്ങിച്ചതിനാണ്. അപ്പോൾ ഇത് നമ്മുടെ ഫ്രണ്ട് നവീൻ എൻ്റെ അടുത്ത് ഒരു ഫോട്ടോ വെച്ചിട്ട് പറഞ്ഞു ഇത് ക്രീഡാമെറ്റസ് ആണ് തോന്നുന്നത്, അന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഓക്കെ എന്നാൽ ട്രൈ ചെയ്തേക്കാം. അപ്പോൾ അവന് ഒരെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് അങ്ങനെ കണ്ടപ്പോൾ ഒന്ന് എടുത്തുന്നുള്ളൂ. ഇതൊരു ഡിയോഡ്രന്റ് പോലെയാണ്, ഒരു നോ ഗ്യാസ് പെർഫ്യൂം കേട്ടോ. നോ ഗ്യാസ് എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ പെർഫ്യൂംഡ് ബോഡി സ്പ്രേ എന്നാണ് എഴുതിയിട്ടുള്ളത്. ഞാൻ പെർഫ്യൂം എന്നാണ് ആദ്യം പറഞ്ഞത്. എന്തായാലും നോ ഗ്യാസ് ആയതുകൊണ്ട് ഒരു കൊളോൺ കാറ്റഗറിയിലൊക്കെ ഉൾപ്പെടുത്താൻ പറ്റും. സോ ഇംഗ്ലീഷ് ലെതർ നെക്സ്റ്റ്. അപ്പോൾ ഇത് ക്രീഡാമെറ്റസിന്റെ ഇൻസ്പയർഡ് തന്നെയാണ്. ആ ഒരു ഫ്രൂട്ടി സ്മോക്കി വൈബ് തന്നെ. പൈനാപ്പിൾ നോട്ട്സ് ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ സ്മോക്കിനെസ് ഉണ്ട്, ഫ്രഷ്നെസ് ഉണ്ട്, ബിർച്ചിന്റെ ഫ്രാഗ്രൻസ് ഉണ്ട്, ഇത്തിരി ഒരു ലെതറി ടച്ച് എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ്. സോ ഇംഗ്ലീഷ് ലെതർ എന്നാണ് ഇവർ പേര് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് 200 ചേഞ്ച് ആണ് പ്രൈസ്. ഇത് 249 ആണ് MRP ഉള്ളൂ. പിന്നെ നെക്സ്റ്റ് കെയർ ആണ് കമ്പനീൻ്റെ പേര്. നെക്സ്റ്റ് കെയർ എന്നുള്ളത് എവിടേക്കോ കണ്ടിട്ടുണ്ട്, ചില കോസ്മെറ്റിക്സ് ആണെന്ന് തോന്നുന്നു, കറക്റ്റ് ഓർമ്മയില്ല എന്തിലാണ്. പെർഫ്യൂംസ് ഉണ്ട്, ഒരു ബോക്സിലൊക്കെ പെർഫ്യൂംസ് കണ്ടിട്ടുണ്ട്. ഞാൻ എന്തായാലും ഫസ്റ്റ് ആയിട്ടാണ് അവരുടെ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയത്. അപ്പോൾ ഇത് എന്താ പറയുക, ചെറിയ പ്രൈസിന് മിന്ത്രന്ന് കിട്ടുന്നതാണ്. അപ്പോൾ ഇതിന്റെ ഫ്രാഗ്രൻസ് ഇതാണ്, ക്രീഡാമെറ്റസിന്റെ ഫ്രാഗ്രൻസ്. ഇനി ഇതിന്റെ പെർഫോമൻസ് പറയുകയാണെങ്കിൽ ഇതൊരു 15 to 30 മിനിറ്റ്സ് വരെ ഇത് ഫ്രാഗ്രൻസ് നിൽക്കുന്നുണ്ട്. അതിൽ ഒരു ആദ്യത്തെ ഒരു 10-15 മിനിറ്റ് ഒക്കെ അതിന്റെ ഒരു പ്രൊജക്ഷൻ എന്ന് ചെറിയ രീതിയിൽ നമുക്ക് പറയാം. 10 മിനിറ്റ്സ് ഒക്കെ പ്രൊജക്ഷൻ ഉണ്ട്. അതിൽ ഒരു 30 മിനിറ്റ്സ് വരെ തരക്കെടില്ലാത്ത രീതിയിൽ നിൽക്കും. ആദ്യത്തെ ഒരു 15-20 മിനിറ്റ്സ് ഒക്കെ നമുക്ക് ആ ഒരു ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നീട് മൈൽഡർ ആയിട്ടാണ് ഇത് പോകുന്നത്. ഇത് അത്രയും നിൽക്കുന്നുള്ളൂ. ഞാൻ ഇത്രയും വീക്കറായിട്ടുള്ള ഒരു പെർഫ്യൂം അടുത്തൊന്നും ട്രൈ ചെയ്തിട്ടില്ല. അത്ര വീക്കറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു മാക്സിമം 30 മിനിറ്റ്സ്. ഇനി വളരെ കൂടുതൽ അപ്ലൈ ചെയ്ത് ഇങ്ങനെ കുറച്ചും കൂടി ഒരു ഇങ്ങനെ ജസ്റ്റ് അടുത്തൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെയൊക്കെ അപ്ലൈ ചെയ്ത് പോയാൽ ചിലപ്പോൾ കൂടുതൽ കിട്ടിയേക്കാം. ഞാൻ എന്തായാലും അതിനെ മുതിർന്നിട്ടില്ല. എൻ്റേത് ഇത് എന്താ പറയുക, ഇതിൽ കുറേ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ എന്തിനാണ് യൂസ് ചെയ്യാന്ന് വെച്ചാൽ ഇതേപോലെ നമ്മുടെ ബെഡ്റൂമുകളിലൊക്കെ എയർ സ്പ്രേ, എയർ ഫ്രഷ്നറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ക്രീഡാമെറ്റസിന്റെ ഫ്രാഗ്രൻസ് ഉള്ള ഒരു എയർ ഫ്രഷ്നർ. അധികം സമയമൊന്നും നിൽക്കൂല, പക്ഷെ എന്നാലും കയറി വരുമ്പോൾ ഒരു വൈബ്, ക്രീഡിന്റെ ഒരു വൈബ് കിട്ടും എന്നുള്ളൂ. അതേപോലെ എവിടെയും ഒരു റൂം ഫ്രഷ്നറോ അല്ലെങ്കിൽ ബാത്റൂം ഫ്രഷ്നറൊക്കെ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ആ ഒരു ടൈപ്പ് ഒരു ഫ്രാഗ്രൻസ് നിങ്ങൾ ക്രീഡിന്റെ ഒക്കെ നോക്കുകയാണെങ്കിൽ ട്രൈ ചെയ്യാൻ പറ്റുകയാണ്. പക്ഷെ അതല്ലാതെ ഇത് ഡ്രസ്സിൽ അപ്ലൈ ചെയ്ത് പോയിട്ട് നിൽക്കും എന്നൊന്നും കരുതണ്ട. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ തൊട്ട് നിൽക്കണില്ല. പക്ഷേ ഏതൊരു പ്രൊഡക്റ്റും എന്തെങ്കിലും ഒരു പർപ്പസ് ഉണ്ടാവുമല്ലോ. അങ്ങനെ ഒരു പർപ്പസ് ഞാൻ പറഞ്ഞു തന്നതാണ്. സോ എനിവേസ് ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.